അങ്ങനെ ഇഫാൻ അവളുടെ പുതിയ താമസ സ്ഥലത്ത് ആക്ച്വലി ഇവൾക്ക് ഈ ഒരു താമസ സ്ഥലം അറേഞ്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതിലെ ആ ഒരു ഓണർ വീടിൻ്റെ ഓണർ ഇവളെ അന്ന് സഹായിച്ച ഒരു പോലീസ് ഓഫീസർ തന്നെയാണ്. ഇവൾക്ക് കാലിന് വയ്യാത്ത സമയത്ത് ഇവളെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയില്ലേ, അന്ന് ആ ഒരു പോലീസ് ഓഫീസർ മനസ്സിലാക്കി വെച്ചിരുന്നു ഇവളും അമ്മയും ആൻറ്റിയും എല്ലാവർക്കും ഇടയിലുള്ള ആ ഒരു അന്തരം. അപ്പോൾ ഇവളെ ഇങ്ങനെ പാവം തോന്നിയിട്ട് ഇവരെ ഒന്ന് സഹായിക്കാമെന്ന് വിചാരിച്ചിട്ട് കൊണ്ടുവന്നതാണ്. അങ്ങനെ ഇഫാൻ ഇപ്പോൾ മുതൽ ആ ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ യാൻ്റെ ഒരുപാട് മെസ്സേജസ് അവൾക്ക് വരുന്നത്. ആക്ച്വലി ഇവൾ ഇങ്ങോട്ട് വന്നതൊന്നും ഇവനോട് പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ അവനുമായിട്ട് ഒരു കോണ്ടാക്റ്റും ഇല്ല. എന്നിട്ട് അവനിങ്ങനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. അപ്പോൾ എവിടെ, എന്താ പണി, നീ എവിടെ പോയി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നു. എന്നിട്ട് അവന് ചോദിക്കും നിനക്ക് കോളേജിൽ നിന്ന് അഡ്മിഷൻ ലെറ്റർ വന്നോ എന്ന്. ആക്ച്വലി അവനക്ക് അത് കിട്ടിയിട്ടുണ്ട്, അവന് അപ്ലൈ ചെയ്ത അതേ യൂണിവേഴ്സിറ്റിയിൽ. എന്നാൽ ഇവൾ അതിങ്ങനെ നോക്കി നിൽക്കുന്നതേ ഉള്ളൂ. പിന്നെ കാണിക്കുന്നത് ഇവൾ ആ ഒരു പോലീസ് ഓഫീസറിനോട് അവൾക്ക് ഒന്ന് പുറത്തു പോകണം, അവളുടെ ഫ്രണ്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അതിൽ പിന്നെ അത് കേട്ടിട്ട് ഇവർ സമ്മതിക്കും. പിന്നെ ഈ ഒരു പെൺകുട്ടി പറയും പുറത്ത് നല്ല മഴയാണ്, കുട എടുത്ത് പോയിക്കോ എന്നും പറഞ്ഞിട്ട് അവൾ തന്നെയാണ് കുട കൊടുക്കുന്നത്. അങ്ങനെയാണ് ഈ ഒരു സീസണിൻ്റെ ഫസ്റ്റ് നമ്മൾ കണ്ട ഇഫാനും യാനും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ച. അപ്പോൾ ഇതാണ് നടക്കുന്നത്. എന്നിട്ട് അവൾ പറയുന്നത് അവർ രണ്ടുപേരും ഒരേ യൂണിവേഴ്സിറ്റിയിൽ പോകില്ല, അവൾ മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവന് ഭയങ്കര ശല്യമാണ് അവൾക്ക്, അപ്പോൾ തന്നെ വിട്ടിട്ട് പോകണം എന്നൊക്കെ ഭയങ്കര ഹാഷായിട്ട് പെരുമാറിയല്ലോ. അതെല്ലാം കേട്ടിട്ട് ഇവിടെ യാന് ഭയങ്കര വിഷമിച്ച് നിൽക്കുകയാണ്. എന്നിട്ട് അങ്ങനെ കരഞ്ഞുകൊണ്ടാണ് അന്ന് വീട്ടിലോട്ട് വരുന്നത്. അവന് ഒരുപാട് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടായിരുന്നല്ലോ അവൻ ഇത്രയും പഠിച്ച് കഷ്ടപ്പെട്ട് മുന്നേറിയത്. എന്നാൽ അതെല്ലാം വേസ്റ്റായി എന്നൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര വിഷമം. എന്നാൽ ഇവൻ്റെ ഈ ഒരു സന്തോഷം എല്ലാം പങ്കിടാൻ വേണ്ടിയിട്ട് ഹോനും വന്നിട്ടുണ്ട്. ഹോനും അതേ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അവനക്കും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അവൻ്റെ ഗ്രാൻഡ് പാരൻസിന് കൊടുത്ത വാക്ക് അവന് വാശി കയറി ആ ഒരു സ്ഥാനം പിടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ അവൻ തുള്ളിച്ചാടുകയാണ്. എന്നാൽ ഞാനാണെങ്കിലോ നേരെ ഓപ്പോസിറ്റും. അങ്ങനെ അവൻ്റെ ആ ഒരു സങ്കടമുഖം കാണിക്കുന്നു. എന്നിട്ട് പ്രസൻറ്റ് ലൈഫിലോട്ട് വരാം. ഇവിടെ ഇഫാൻ ഹോങ്കോങ്ങിൽ അവൾ കുറേ കൊച്ചു കുട്ടികളെ ഇങ്ങനെ ഡാൻസൊക്കെ പഠിപ്പിച്ച് ഇന്ന് അവരുടെ ഒരു കോമ്പറ്റീഷൻ നടക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ഒരുക്കങ്ങളൊക്കെയാണ് ഇവിടെ. അവർക്ക് വേണ്ടിയിട്ട് ഫൈനലായിട്ട് ആ ഒരു ഡാൻസ് ഒന്നുകൂടെ പഠിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ ഒരു പയ്യനെ അവളുടെ ഫ്രണ്ടിനെ ഇങ്ങനെ ആ ഒരു പരിപാടിയുടെ കോർഡിനേറ്ററിൽ നിന്നും ഇവരുടെ ഒരു മ്യൂസിക്, ഇവർ കൊടുത്ത മ്യൂസിക് പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്ത മ്യൂസിക് അതെന്തോ വർക്കാകുന്നില്ല, എന്തോ ഒരു എറർ സംഭവിക്കുന്നു എന്ന് പറയുന്നു. എന്നാൽ അതേസമയം ഇവിടെ സീരിയൽ ഇവിടെ എയർപോർട്ടിൽ നിന്ന് വരുന്നതും വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ് ഹോന്. ബെസ്റ്റ് വന്ന് ചോദിക്കും അവൻ ഇതുവരെ എത്തിയില്ലേ എന്ന്. അതിലിവൻ പറയും അവന് വിളിച്ചിരുന്നു, ഇപ്പോൾ എത്തുമായിരിക്കും എന്നും. എന്നിട്ട് ഇവിടെ ഈ ബെസ്റ്റ് ആ പരിപാടി കാണാൻ വേണ്ടിയിട്ട് ഉള്ളിലോട്ട് പോകും. ഇവനാകെ ടെൻഷൻ അടിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പിന്നെ അതേസമയം ഇവിടെ ബാക്ക് സ്റ്റേജിലാണെങ്കിലോ ഇഫാന് ഇവരെ കുട്ടികൾക്ക് എല്ലാവർക്കും ഫൈനലായിട്ടൊരു മോട്ടിവേഷനും കൊടുക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ ഓഡിയൻസിനൊക്കെ കണ്ടിട്ട് ആകെ പാനിക് ആകരുത്, എന്നിട്ട് ഒരു ബ്രീത്ത് ഔട്ടൊക്കെ എടുപ്പിച്ചിട്ട് പിന്നെ ഈ ഒരു മൊമെൻറ്റ് നിങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്യണം, ഡാൻസ് എൻജോയ് ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നൊക്കെ ഇങ്ങനെ പഠിപ്പിച്ചും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ ഇടയിൽ ഈ ഫ്രണ്ട് പറയും ഇവരുടെ ആ ഒരു മ്യൂസിക്കിനുണ്ടായ പ്രോബ്ലം ഉണ്ടല്ലോ അത് റെഡിയാക്കാൻ പറ്റുന്നില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നും വിചാരിച്ചിട്ട് അവരിങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. എന്നാൽ ഇഫാന് പറയും ഏതായാലും ഇവർ ഇതുവരെ എത്തിയില്ല, ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചില്ല, മ്യൂസിക് പ്രശ്നമില്ല, വിൻ ചെയ്യണോ അവാർഡ് ചെയ്യണോ അതൊന്നും പ്രശ്നമില്ല, അവർ കളിക്കട്ടെ. എന്നിട്ട് ഇവരോട് പറയും നിങ്ങൾ ഒരിക്കലും പാട്ട് വരുന്നില്ലെന്നും വിചാരിച്ചിട്ട് കളി നിർത്തരുത്, നിങ്ങളെ ഞാൻ എന്താണോ പഠിപ്പിച്ച് തന്നത് അതിങ്ങനെ അതേ ഓർഡറിൽ തന്നെ കളിച്ചേക്ക്, ഞാനിങ്ങനെ മ്യൂസിക്കൊക്കെ ഞാൻ പാടിത്തരാം, പിന്നെ കൈ കൊണ്ട് കൊട്ടിയും തരാം എന്നൊക്കെ പറയുന്നു. അങ്ങനെ അതിനുള്ള ആ ഒരു പോക്ക് പോവുകയാണ് ആ കുട്ടികൾ. എന്നാൽ ഇവിടെയാണെങ്കിലോ ഞാൻ ഓടിക്കതച്ചു കൊണ്ട് വരുന്നുണ്ട്. എന്നിട്ട് ഈ ഹോണി ചോദിക്കും നീ എന്താ ലേറ്റ് ആയതെന്ന് ചോദിക്കുമ്പോൾ അവൻ പറയും ഫ്ലൈറ്റ് ഡിലേ ആയി, ഏതായാലും നീ അകത്തോട്ട് പോയിക്കോ, അവൾ നിന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞതും ഇവിടെ ഞാൻ ഭയങ്കര സന്തോഷം. എന്നിട്ട് ഇവൻ്റെ കവളൊക്കെ പിടിച്ച് ഒരുപാട് നന്ദിയൊക്കെ അറിയിച്ചുകൊണ്ട് അവൻ ഓടുകയാണ്. എന്നാൽ ഹോന് ഇത് അവൻ്റെ അടുത്ത് നിന്നുമുള്ള ആദ്യത്തെ ഒരു അനുഭവമാണ്. അവൻ ഇങ്ങനെയൊന്നും ആരും ചെയ്തിട്ടില്ല. അവൻ അത്രയും ഹാപ്പി ആയിട്ടുണ്ടെന്ന് അവനക്ക് മനസ്സിലായി. ഏതായാലും ഇവിടെ അനൗൺസ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ഇവർ പറയും എല്ലാവരോടും പറയും ഇങ്ങനെ കുട്ടികൾ ഇങ്ങനെ മ്യൂസിക് ഇല്ലയെന്ന് വിചാരിച്ചിട്ട് കളിക്കാതിരിക്കുന്നില്ല, അവരുടെ ഈ ഒരു തീരുമാനത്തിനെ നമ്മൾ അപ്രിഷ്യേറ്റ് ചെയ്തേ മതിയാകൂ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇൻട്രോ ഒക്കെ കൊടുത്തിട്ടാണ് അവർ സ്വീകരിക്കുന്നത്. എന്നിട്ട് അവരുടെ പരിപാടി സ്റ്റാർട്ടാകുന്നു. ഇവിടെ ഇഫാന് സ്റ്റേജിൻ്റെ ബാക്കിൽ തന്നെ നിന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള താളങ്ങളെല്ലാം കൊടുക്കുന്നുണ്ട്. എന്നാൽ ഞാനാണെങ്കിൽ ഓടി വന്നിട്ട് ഈ കളിക്കുന്ന പിള്ളേരെ ഒന്നുമല്ല അവൻ നോക്കുന്നത്, നേരെ ഇഫാനെ നോക്കിക്കൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അവളുടെ മുഖത്ത് നിന്നും കണ്ണെടുക്കാതെ അവനൊരു സീറ്റ് ചൂസ് ചെയ്തുകൊണ്ട് അവളെയും നോക്കി അങ്ങനെ നിൽക്കുന്നു. എന്നാൽ വന്നിരുന്നതോ ഇവളുടെ ഈ ഒരു ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. എന്നാൽ ഇവനിങ്ങനെ അവളെ നോക്കുന്നത് കണ്ട് തന്നെ ഈ ഒരു പെൺകുട്ടി അവനോട് പറയും ഇതാണെന്ന് തോന്നുന്നു അവളുടെ ആ ഒരു ബോയ് ഫ്രണ്ട് യാന്. എന്നിട്ട് പറയും അവനെ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, നിന്നെക്കാളും നല്ല ഭംഗിയുണ്ടെന്ന് പറയും. ഇനി ആ ഒരു പരിപാടി കഴിയുന്നത് വരെ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം
അവസാനം അത് കഴിഞ്ഞതും ഇവിടെ ഈ കുട്ടികളെല്ലാവരും കൂടി അവളെ വന്നിട്ട് അങ്ങോട്ട് ഹഗ് ചെയ്യും. എന്നിട്ട് ഇവളും പറയും നല്ല അടിപൊളിയായിട്ട് കളിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ അഭിനന്ദിക്കുന്നൊക്കെ ഉണ്ട്. ഇനി പരിപാടി കഴിഞ്ഞിട്ട് അവർ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്ന ആ ഒരു സമയത്താണ് ഇവിടെ ബാക്ക് സ്റ്റേജിൽ ഇവിടെ ഇഫാൻ എന്നും വിളിച്ചുകൊണ്ട് അവന് നിൽക്കുന്നു. അവനെ കണ്ടതും ഇവിടെ ഇഫാൻ ആകെ ഒന്ന് ഞെട്ടി നിൽക്കുകയാണ്. എന്നിട്ട് അവർ ഒരുപാട് വികാരങ്ങളൊക്കെ അവൾക്ക് മനസ്സിൽ നിന്ന് പുറത്തോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവൾ ഒന്നും മിണ്ടാതെ തന്നെ ആ ഒരു സ്റ്റേജിൻ്റെ വേറൊരു ഭാഗത്തോട്ട് തന്നെ പോകുന്നു. ആരും കാണാതിരിക്കാൻ ഞാനും അവളെ ഫോളോ ചെയ്യും. എന്നിട്ട് നേരെ അവളുടെ അടുത്തോട്ട് വന്നിട്ട് ആദ്യം ചോദിക്കുന്നത് നിന്റെ കാലിന് ഇത് എന്തു പറ്റിയെന്നാ. അവളിങ്ങനെ മുടന്തി നടക്കുന്നതെല്ലാം ഇവൾ കണ്ടിട്ടുണ്ട്. അതിൽ അവൾ എടുത്ത പാടെ പറയും ആ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഡാൻസ് പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു സമയത്ത് അറിയാതെ ഒന്ന് ട്വിസ്റ്റ് ആയതാണെന്ന് പറയുന്നു. പിന്നെ അവർ രണ്ടുപേരും കുറച്ച് നേരം ഒന്നും സംസാരിക്കുന്നില്ല. അങ്ങനെ മുഖത്തോട് മുഖം നോക്കി അങ്ങനെ നിൽക്കുകയാണ്. പിന്നെ അവസാനം ഇഫാൻ ഈ കുട്ടികളെ നോക്കിയിട്ട് പറയും അവർ ഭയങ്കര ഹാപ്പിയാണ്, ഞങ്ങൾ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവർക്ക് മ്യൂസിക് ഒന്നും ഇല്ലെങ്കിലും അവർ നന്നായിട്ട് തന്നെ കളിച്ചു. എന്നിട്ട് അവർ ഭയങ്കര ഹാപ്പിയാണെന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ ഇവളെ നോക്കിക്കൊണ്ട് പറയും ഞാനും അതിലേറെ ഹാപ്പിയാണ്, നിന്നെ വീണ്ടും കാണാൻ പറ്റിയല്ലോ, നിൻ്റെ അടുത്ത് ഞാൻ എത്തിയല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ്റെ ആ ഒരു വികാരം ഇങ്ങനെ പുറത്തോട്ട് വരികയാണ്. പിന്നെ ഇവിടെ നോക്കുമ്പോൾ ഈ കുട്ടികളെല്ലാവരും ഇവരെ കാണുന്ന തരത്തിലാണ് ഇവർ നിൽക്കുന്നത്. ഞാൻ ഒന്ന് മാറി നിന്നിട്ട് അവളെ ഇങ്ങനെ മാടി വിളിക്കും. എന്നിട്ട് അവൾ വന്ന പാടെ നേരെ അങ്ങോട്ട് ഹഗ് ചെയ്യും. പിന്നെ കുറച്ച് നേരം അവരങ്ങനെ നിൽക്കുകയാണ്. എന്നാൽ ഈ കുട്ടികളാണെങ്കിലോ ഇതൊക്കെ കാണുന്നുണ്ട്. അവരിങ്ങനെ പരസ്പരം ഇങ്ങനെ നോക്കി ചിരിക്കുന്നൊക്കെ ഉണ്ട്. എന്നാൽ ഇഫാൻ്റെ പുതിയ ഫ്രണ്ട്സ് ഇവരെങ്ങനെ കണ്ണൊക്കെ മറച്ച് വെച്ചിട്ട് അങ്ങോട്ട് നോക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അവരെ അതിൽ നിന്നും മാറ്റാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇവർ രണ്ടുപേരും തിരിച്ച് റൂമിലോട്ട് തന്നെ പോവുകയാണ്. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ഇഫാൻ പറയും എനിക്ക് ആക്ച്വലി ഇവിടെ എന്തെങ്കിലും ഒരു കോഴ്സ് പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ അവളുടെ ആ ഒരു ആഗ്രഹങ്ങൾ പറയുമ്പോൾ ഞാൻ ചോദിക്കും നിനക്ക് ശരിക്കും അതിന് ആഗ്രഹിച്ച് തന്നെയാണോ എന്ന് പറയുമ്പോൾ ഇവൾ പറയും ശരിക്കും ചോദിച്ചാൽ അങ്ങനെയൊന്നുമല്ല, പക്ഷേ നീയുമായിട്ടൊന്ന് പിടിച്ച് നിൽക്കണമെങ്കിൽ എനിക്ക് എന്തെങ്കിലും ഒന്നുകൂടെ ഒരു നല്ലൊരു ക്വാളിഫിക്കേഷൻ വേണമെന്ന് പറയുമ്പോൾ ഇവിടെ ഞാൻ പറയും അതുകൊണ്ടാണോ നീ എന്നെ ഇട്ടിട്ട് പോയതെന്ന് ചോദിക്കുന്നു. അത് കേട്ടതും ഇവൾ ഒന്ന് സ്റ്റക്കാകും. എന്നിട്ട് ഒന്ന് ആലോചിച്ചിട്ട് പറയും ശരിക്കും പറഞ്ഞാൽ അയാൾ കാരണമാണ്, അയാൾ എന്നെ ഒരുപാട് ശല്യപ്പെടുത്തിയിട്ടുണ്ട്, അയാൾ എൻ്റെ ലൈഫിൽ നിന്നും എന്നെ പിന്തുടർന്നു കൊണ്ടിരിക്കുകയാണ്, അയാൾ ഒരു ഭയങ്കര ചീത്ത മനുഷ്യനാണ്, ഒന്നും ചെയ്യാൻ മടിക്കാത്ത ഒരു ദുഷ്ടനാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അത് കേട്ടതും ഞാൻ അവളെ ഒന്ന് വഴക്കു പറയുന്നത് പോലെ ഒന്ന് ഉപദേശിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്ത് എന്നിട്ട് ആ ഒരു പ്രശ്നം സോൾവ് ആക്കുകയാണ് വേണ്ടത്, അല്ലാതെ ഇങ്ങനെ ഓടി ഒളിക്കുകയല്ല. നിനക്കൊരു കാര്യം അറിയോ, നീ പോയതിന് ശേഷം എൻ്റെ ലൈഫ് എന്തായിരുന്നെന്ന് എനിക്ക് ഈ ഒരു ലോകം തന്നെ നശിച്ച പോലെ ആയിരുന്നു എന്നൊക്കെ പറയുന്നു. എന്നിട്ട് അവളോട് ഭയങ്കര സിൻസിയറായിട്ട് അവളെ ഇഷ്ടമാണെന്നും ഇങ്ങനെ ഒരു ഐ ലവ് യു എന്ന രൂപത്തിൽ പറയുകയാണ്. അത് കേട്ടതും അവളും ഭയങ്കര ഹാപ്പിയാകും. പിന്നെ നേരെ പോകുന്നത് ഇഫാൻ അവനിക്കും വേണ്ടി ബുക്ക് ചെയ്ത ഒരു ഹോട്ടൽ റൂമിലോട്ടാണ്. ആക്ച്വലി അവന് വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവൾ തന്നെ ബുക്ക് ചെയ്തതാണ്. എന്നിട്ട് ഞാൻ ചോദിക്കും ഇപ്രാവശ്യം നീ നമ്മുടെ 2 റൂമും 2 കോണിലാണോ ബുക്ക് ചെയ്തിരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇഫാൻ പറയും ഞാൻ ഒന്ന് മാത്രമേ ബുക്ക് ചെയ്തിട്ടുള്ളൂ. അതിൽ ഇവൻ ചോദിക്കും അപ്പോൾ നീ തിരിച്ച് നിൻ്റെ താമസ സ്ഥലത്തോട്ട് തന്നെ പോവുകയാണോ എന്ന് പറയുമ്പോൾ ഞാൻ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുള്ളൂ എങ്കിലും അതിൽ 2 ബെഡുണ്ടെന്ന് പറയും. അത് കേട്ടതും ഞാൻ ഭയങ്കര സന്തോഷം, അവൻ്റെ കൂടെയാണല്ലോ അവൾ താമസിക്കാൻ പോകുന്നതെന്ന് അവന് ഇൻഡയറക്റ്റായിട്ട് പറഞ്ഞതാണ്. ഇനി റൂമിൽ ഇഫാന് കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ്. എന്നാൽ ഞാൻ അവളെ പിടിച്ചിരുത്തിക്കൊണ്ട് അവളുടെ കാലിന് വയ്യാത്തതാണല്ലോ അവൻ അപ്പോൾ തന്നെ മെഡിസിനും എല്ലാം വെച്ച് കൊടുക്കുകയാണ്. എന്നാൽ അവൻ്റെ ഈ ഒരു സ്നേഹവും ഈ കെയറിങ്ങും എല്ലാം കണ്ടിട്ട് ഇഫാന് ഭയങ്കര സന്തോഷം. അവനെയും ഇങ്ങനെ നോക്കി നിൽക്കും. എന്നിട്ട് പറയും ആക്ച്വലി എനിക്ക് ഈ ഒരു കാലിന് വയ്യായിക പണ്ട് ഹൈസ്കൂളിൽ തൊട്ടേ തുടങ്ങിയിട്ടുണ്ട്. അന്ന് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ആ അങ്കിളുണ്ടല്ലോ അവരുടെ അടുത്ത് നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ 2nd ഫ്ലോറിൽ നിന്ന് ചാടിയതാണ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്റ്റോറി എല്ലാം ഇവനോട് തുറന്ന് പറയുകയാണ്. അവൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഓപ്പണായിട്ട് ഇവനോട് എല്ലാ കാര്യങ്ങളും പറയുന്നത്. പിന്നെ അവളുടെ റൂം തുറന്ന് വന്നതും പിന്നെ ഒരു തവണ ഉപദ്രവിക്കാൻ വന്നപ്പോൾ അങ്കിളും ആൻറ്റി അപ്രതീക്ഷിതമായിട്ട് അങ്ങോട്ട് വന്ന് അവൾ രക്ഷപ്പെട്ടതും അങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. പിന്നെ അവൾ പറയും എനിക്ക് ഒരു കാര്യം മനസ്സിൽ എന്ത് തന്നെ പ്രശ്നമുണ്ടായാലും എന്നെ സഹായിക്കാൻ ഒരാളും ഉണ്ടായിരുന്നില്ല, ഈവൻ എൻ്റെ അമ്മ പോലും അമ്മയുടെ കാര്യം നോക്കി പോവുകയായിരുന്നു ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവൾ അങ്ങോട്ട് കരച്ചിൽ തുടങ്ങി. അത് കേട്ടതും ഞാനും ഭയങ്കര വിഷമം. പിന്നെ അവളുടെ അടുത്തിരുന്ന് അവളെ ഇങ്ങനെ സമാധാനിപ്പിക്കുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ഇവൾ അവനോട് ഒരുപാട് സോറി പറയുന്നുണ്ട്. ഇതെല്ലാം ഞാൻ നിന്നോട് നേരത്തെ പറയണമായിരുന്നു, എനിക്കും ഇനി ആരെയും വേണ്ട, എനിക്ക് ഈ ഒരു ലൈഫിൽ നിന്ന് തന്നെ ഓടി ഒളിക്കണം എന്നൊക്കെ തോന്നി, അറിയാതെ എൻ്റെ ആ ഒരു പൊട്ട ബുദ്ധിയിൽ അങ്ങനെയൊക്കെ തോന്നിയതാണ്. എന്നിട്ട് ഒരുപാട് സോറിയൊക്കെ പറയുന്നു. പിന്നെ പറയും ഞാനിതെല്ലാം നിന്നോടെങ്കിലും നേരത്തെ പറയണമായിരുന്നു, ശരിക്കും പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിരുന്ന ആ യൂണിവേഴ്സിറ്റിയിൽ തന്നെയായിരുന്നു ഞാൻ ആദ്യം അപ്ലൈ ചെയ്തിരുന്നത്, പിന്നെ എൻ്റെ മനസ്സ് മാറി ഞാൻ തിരുത്തിയതാണെന്നൊക്കെ പറയുന്നു.
ശേഷം ഇവൾ ഇങ്ങനെ ഓരോന്ന് പറയാൻ തുടങ്ങിയപ്പോൾ ഇവന് കൂടുതലായിട്ട് ഇങ്ങനെ ചോദിക്കുകയാണ്, പിന്നെന്തെങ്കിലും നീ എന്നോട് മറച്ചു വെക്കുന്നുണ്ടോ എന്ന്. അതിൽ അവൾ പറയുന്നുണ്ട് ഈ ഒരു അങ്കിള് അന്ന് ആ ഒരു സംഭവത്തിന് ശേഷം അവരുടെ ലൈഫിൽ നിന്ന് പോയി. പക്ഷെ പിന്നീട് ഇവൾ ഒരു കാർ ആക്സിഡൻറ്റിന് ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി പോയിരുന്ന ആ ഒരു സമയത്താണ് അയാളെ വീണ്ടും കണ്ടത്. പിന്നെ ഇവരുടെ ഓഫീസിൽ തന്നെ സെക്യൂരിറ്റി ഗാർഡായി വന്ന കാര്യം, അങ്ങനെ അവനെ കണ്ട എല്ലാ കാര്യങ്ങളും, അവന് ചെയ്ത എല്ലാ കാര്യങ്ങളും ഇവളിങ്ങനെ തുറന്ന് പറയുകയാണ്. അങ്ങനെ അത് കേട്ട് ഞാൻ ചോദിക്കും, ഇനി എന്തെങ്കിലും എന്നോട് മറച്ചു വെക്കുന്നുണ്ടോ എന്ന്. അതിൽ പിന്നെ ഇവൾ പറയും, ഞാൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഇതുവരെ ഒരാൾക്ക് പോലും ഞാൻ പ്രോമിസ് കൊടുത്തിട്ടില്ല. നിനക്ക് മാത്രമേ ഞാൻ എന്തെങ്കിലും ഒരു പ്രോമിസ് തന്നിട്ടുണ്ടെങ്കിൽ ഉള്ളൂ. അത് കേട്ടതും ഞാനൊന്ന് ഓർക്കുകയാണ്, ഇവൾ ആ ഒരു പ്രോമിസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അന്ന് ആ ഒരു പേപ്പറിൽ വലുതായിട്ട് ആ നാവി യൂണിവേഴ്സിറ്റി എന്നൊക്കെ എഴുതിയിരുന്നത്. എന്നിട്ട് ഇവൾ പറയുന്നത്, പക്ഷേ ഞാൻ ആ ഒരു പ്രോമിസ് പോലും കീപ്പ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കര വിഷമിച്ചുകൊണ്ട് ഇങ്ങനെ ബാൽക്കണിയിലോട്ട് പോകും. എന്നാൽ ഞാനും അവളിങ്ങനെ പിന്തുടർന്നിട്ട് പിന്നെ അവന് പറയുകയാണ്, നിനക്കൊരു കാര്യം അറിയോ, നീ എൻ്റെ ലൈഫിൽ നിന്നും പാഞ്ഞു പോയതിന് ശേഷം ഞാൻ ഒരാളെ പോലും ഡേറ്റ് ചെയ്തിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് നിനക്ക് അറിയോ? ഞാൻ നിന്നെ അത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട്. എന്നിട്ട് അവൻ്റെ ഇഷ്ടങ്ങളെല്ലാം പറയുന്നു. പിന്നെ ഇവൾക്ക് പറ്റിയ ആ ഒരു പ്രശ്നങ്ങളും ഇവളോട് ചെയ്തതും ഹാഷായിട്ട് അന്ന് പെരുമാറിയതും എല്ലാത്തിനും അവൾ സോറി പറയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ഷമ ചോദിക്കുകയും പിന്നെ പരസ്പരം അങ്ങോട്ടും മാപ്പ് കൊടുക്കുകയും അങ്ങനെയൊക്കെയുള്ള ഒരു സീനാണ്. പിന്നെ അവൾ പറയുന്നത്, അവൻ്റെ ലൈഫിൽ നിന്നും അവൾ പോകാനുണ്ടായ പ്രധാന കാരണം ഈ ഒരു അങ്കിള് അവളോട് പറഞ്ഞിട്ടുണ്ടത്രേ, ഞാൻ നിന്നെ ഉപദ്രവിച്ച കാര്യം നീ ഇവിടെ എല്ലാവരോടും പറഞ്ഞു കഴിഞ്ഞാൽ നീയും ചീത്ത പെൺകുട്ടിയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും, അത് നിനക്ക് മാനക്കേടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവളെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടുണ്ടാകും. അത് പേടിച്ചിട്ടാണ് പിന്നെ ഇവൾ ആരോടും പറയാതിരുന്നതും. ഈവൻ യാനോട് പോലും, യാനും തന്നെ അങ്ങനെ വിചാരിച്ചാലോ എന്നും വിചാരിച്ചിട്ട്. അത് കേട്ടതും ഇവിടെ യാന് ഭയങ്കര വിഷമം വരും. യാന് പിന്നെ ഒന്ന് വഴക്ക് പറയുന്നത് പോലെ പറയും, നീ ആ ഒരു ദുഷ്ടം പറയുന്നതാണോ നീ കേൾക്കേണ്ടത്, ആരും നിന്നെപ്പറ്റി അങ്ങനെ വിചാരിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട്. എന്നിട്ട് അവളെ ഇങ്ങനെ ഹഗ് ചെയ്തുകൊണ്ട് അവൻ്റെ ലൈഫിലോട്ട് തിരിച്ചു വന്നതിന് ഒരുപാട് താങ്ക്സ് ഒക്കെ പറയുന്നു. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങളെല്ലാം ഇവിടെ മാഞ്ഞ് ശേഷം ഇവനൊന്ന് കളിയാക്കിക്കൊണ്ട് പറയും, നീ എന്നാലും എന്നെ ചേസ് ചെയ്യാനൊക്കെ ഉഷാറാണല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അതിൽ അവൾ പറയും, നീയല്ലേ എന്നെ ആദ്യമായിട്ട് ചേസ് ചെയ്ത് തുടങ്ങിയത് എന്ന്. എന്നിട്ട് അവൾ അവിടെ റൂമിലോട്ട് പോകുമ്പോൾ ഞാൻ പിന്നാലെ വന്നിട്ട് പറയും, ശരിക്കും പറ, അന്ന് സ്കൂൾ ടൈമിൽ നീ എന്നെ ശരിക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലേ? നിന്നെ കണ്ടാലേ അറിയാം നീ നല്ലോണം എന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ആ ഒരു സമയത്ത് തന്നെ എന്ന് പറയുന്നു. ഇവൾ ഇങ്ങനെ ഒന്ന് ആലോചിച്ചിട്ട് അത് ശരിയാ എന്ന രീതിയിൽ നിൽക്കും. പിന്നെ അവൾ പറയും, നിൻ്റെ ഒരു അപ്രോച്ചൊക്കെ കണ്ടാൽ നിനക്ക് ഇങ്ങനെ പെൺകുട്ടികളെ വളക്കാൻ നല്ല എക്സ്പീരിയൻസ് ഉള്ള പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവൻ പറയും, ശരിക്കും പറഞ്ഞാൽ അത് എക്സ്പീരിയൻസ് കൊണ്ടൊന്നുമല്ല, നിന്നെ വളക്കാൻ ഭയങ്കര ഈസി ആയിരുന്നു, അതുകൊണ്ട് നിനക്ക് തോന്നിയതാണെന്നൊക്കെ പറയും. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സംസാരിക്കുമ്പോഴാണ് ഇവിടെ ഇഫാന് അവൻ്റെ ആ ഒരു മുഖത്തുള്ള ആ ഒരു മുറിയുടെ പാട് കാണുന്നത്. ഇവിടെ അങ്കിളുമായിട്ടുള്ള ഫൈറ്റിൽ അവൻക്ക് പറ്റിയ ആ ഒരു പാട്. എന്നിട്ട് അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ ഇവിടെ ഞാൻ പറയും, അതൊന്നുമില്ല, ഞാൻ തട്ടി വീണതോ അങ്ങനെ എന്തോ ആണ്, ചെറിയൊരു മുറി പറ്റിയിരുന്നു, ഇപ്പം എല്ലാം മാറി എന്നൊക്കെ പറയുമ്പോൾ അവൾ അതിനെപ്പറ്റി വീണ്ടും ചോദിക്കുന്നു. എന്നാൽ ആ ഒരു ചോദ്യത്തിൻ്റെ ഇടയിൽ ഇവർ ഭയങ്കര ക്ലോസ് ആയിരിക്കുകയാണ്. അതിൽ പിന്നെ ഞാൻ തീരെ കൺട്രോൾ ഇല്ലാതെ അവളെ അങ്ങോട്ട് കിസ് ചെയ്യുന്നു. പിന്നെ കിസ്സിങ് ഭയങ്കര സ്ട്രോങ് ആയി. അതിൻ്റെ ഇടയിൽ ഞാൻ പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടതുപോലെ സ്റ്റോപ്പ് ചെയ്യും. അതിലിവൾ ചോദിക്കും എന്ത് നിർത്തിയതെന്ന്. അതിലിവൻ എണീറ്റിട്ട് പറയും, ശരിക്കും ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നത് നീ എന്തിനായിരിക്കും ഒരേ റൂം തന്നെ നമുക്ക് വേണ്ടി ബുക്ക് ചെയ്തത് എന്ന്. എന്നിട്ട് ഏതായാലും ഞാനൊന്ന് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറയുമ്പോൾ ഇവിടെ ഇഫാന് ഒന്ന് നാണിച്ചുകൊണ്ട് ചോദിക്കും, എന്നാൽ ഞാൻ എന്നെ വെയിറ്റ് ചെയ്യട്ടെ എന്ന്. ഇവനൊന്ന് നോക്കിക്കൊണ്ട് പറയും, നീ വെയിറ്റ് ചെയ്യേ, അപ്പോൾ നീ എൻ്റെ ഈ ഒരു ഭാഗമെല്ലാം കാണുമെന്ന് പറഞ്ഞുകൊണ്ട് ഷർട്ട് ഇങ്ങനെ പൊക്കി കാണിച്ചു കൊടുക്കുകയാണ്. ഇഫാന് പണ്ട് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കിയിരുന്നല്ലോ ഇവനിങ്ങനെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഡ്രസ്സൊന്നും ഇല്ലാതെ നടക്കുന്നതിൽ. എന്നിട്ട് ഈ ഒരു ഭാഗമൊന്നും കാണുന്നതിൽ നിനക്കൊരു പ്രശ്നവുമില്ല എന്ന് ചോദിക്കുമ്പോൾ ഇവന് ഒന്നുമില്ല എന്ന രീതിയിൽ ഇങ്ങനെ ഇരിക്കണം. അതിൽ പിന്നെ ഇവന് വീണ്ടും അങ്ങോട്ട് ചാടി കിസ് ചെയ്യുന്നു. എന്നിട്ട് അവളോട് പറയുകയും ചെയ്യും, പണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരുന്നു ഇതിൻ്റെ പേരിൽ നീ ഉണ്ടാക്കിയിരുന്നത് എന്ന്. എന്നിട്ട് ആ ഒരു കിസ്സിങ് ഭയങ്കര സ്ട്രോങ് ആയി എന്നിട്ട് ആ ഒരു നൈറ്റ് അവർ ഒരുമിച്ച് അവിടെ സ്പെൻഡ് ചെയ്യുകയാണ്. ഇനി നെക്സ്റ്റ് ഡേ ഇഫാൻ്റെ വക ആ ഒരു കുട്ടികൾക്ക് ട്രീറ്റ് കൊടുക്കുകയാണ്. അവർ മ്യൂസിക് ഒന്നും ഇല്ലാതെ തന്നെ നല്ല അടിപൊളിയായിട്ട് ഒരു സ്റ്റെപ്പ് പോലും തെറ്റിക്കാതെ ഇവൾ പഠിപ്പിച്ച അതേ രീതിയിൽ തന്നെ കളിച്ചല്ലോ. അപ്പോൾ ഇവളെ വക എന്തെങ്കിലുമൊക്കെ ഒന്ന് മേടിച്ചു കൊടുക്കുക. അത് മാത്രമല്ല ഇവൾ പോവുകയാണ്. കൂട്ടത്തിൽ ഇവിടെ യാനും അവളുടെ പുതിയ ഫ്രണ്ട്സും എല്ലാവരും ഉണ്ട്. ഇനി കുട്ടികളാണെങ്കിലോ ഇവളോട് ചോദിക്കുകയാണ്, ഇനി നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. അതിൽ ഇഫാന് യാനെ ഒന്ന് നോക്കിക്കൊണ്ട് പറയും, ഇനി ഞങ്ങളുടെ വീട്ടിലോട്ട് പോവുകയാണെന്ന്. എന്നിട്ട് പിന്നെ ഈ കുട്ടികൾക്ക് ഭയങ്കര വിഷമം, കാരണം ഇനി ഈ ടീച്ചർ ഇല്ലല്ലോ, എന്നിട്ട് തന്നെ കാണാൻ വരില്ലേ എന്നൊക്കെ ഒരു കുട്ടി ചോദിക്കുമ്പോൾ ഇഫാൻ അവരെ സമാധാനിപ്പിച്ചുകൊണ്ട് പറയും, ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് സമയം കിട്ടുമ്പോഴെല്ലാം നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വരുമെന്നും പറയുന്നു.
പിന്നെ അവരെല്ലാവരും കൂടെ ഒരു ലാസ്റ്റ് ആയിട്ടുള്ള ഒരു പാർട്ടി പോലെ എല്ലാവരും കൂടെ ഒരു സെൽഫിയൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഇഫാൻ്റെ കുട്ടികളെല്ലാവരും ഓരോരുത്തരും കൂടെ ഇവളുടെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ അതെല്ലാം അതിൻ്റെ വഴിക്ക് നടക്കുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഇഫാൻ നേരെ പോകുന്നത് അവളുടെ റൂമിലോട്ടാണ്. അവളുടെ റൂം വെക്കേറ്റ് ചെയ്യുകയാണ്. എന്നാൽ ആ ഒരു കുഞ്ഞു റൂം കണ്ടിട്ട് ഇവിടെ യാന് ഭയങ്കര വിഷമമാകുന്നുണ്ട്. കാരണം അവൾ ഇത്രയും കാലം ഇവിടെയാണല്ലോ താമസിച്ചത് എന്നൊക്കെ ഓർത്തിട്ട് ഇഫാൻ പിന്നെ പോകുന്നത് അവളുടെ ആ ഒരു പാർട്ട് ടൈം ജോബ് ആയിട്ടുള്ള ആ ഒരു റെസ്റ്റോറൻറ്റിൽ അവൾ ലാസ്റ്റായിട്ട് ആ ഒരു ജോലിയും കൂടെ എടുക്കുന്നുണ്ട്. എന്നിട്ട് അവരോടും ആ ഒരു ഗുഡ് ബൈ ഒക്കെ പറയുകയാണ്. ഞാനാണെങ്കിൽ ഇവിടുത്തെ എല്ലാ ബാധ്യതകളും തീരുന്നത് വരെ അവൻ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതും കഴിഞ്ഞതോ പിന്നെ നേരെ അവൾ ഫ്ലൈറ്റ് പിടിക്കുകയാണ് തിരിച്ച് അവരുടെ നാട്ടിലോട്ട്. ഇനി നാട്ടിലെത്തിയിട്ട് ഇഫാൻ ആദ്യം ചെയ്യുന്നത് അവളുടെ ആ ഒരു കൊളീഗായിരുന്ന ആ ഒരു പ്രഗ്നന്റ് ലേഡി ഉണ്ടായിരുന്നല്ലോ അവരുടെ കൂടെ ഒരു സ്പായിലോട്ടൊക്കെ പോവുകയാണ്. എന്നിട്ട് ഈ ഒരു പെണ്ണ് അവളോട് പറയുന്നുണ്ട്, ഈ ഒളിച്ചോട്ടം ഒന്നിനും ഒരു സൊല്യൂഷൻ അല്ലെന്ന് നിനക്ക് മനസ്സിലായില്ലേ? പിന്നെ നീ ഏതായാലും ഇപ്പം നല്ല ധൈര്യശാലി ആയിട്ടുണ്ട്. നിന്റെ കാര്യങ്ങളെല്ലാം നീ സോൾവ് ചെയ്യാനും എല്ലാം ശ്രമിക്കുന്നുണ്ടല്ലോ. അതിൽ ഇഫാൻ പറയുന്നു, ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു ധൈര്യം അതെനിക്ക് തന്നത് ഞാനാണ്. അവൻ എനിക്ക് ഒരുപാട് ക്ലാസ്സൊക്കെ എടുത്ത് തന്നു. പിന്നെ അവൻ്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെ എന്തും നേരിടാനുള്ള ഒരു ധൈര്യമൊക്കെ താനെ വരുന്നു എന്ന് പറയുന്നു. അത് കേട്ടതും ഈ പെണ്ണ് പറയും, ശരിയാ, നമ്മൾ ലവിലായിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്തെന്നില്ലാത്തൊരു ധൈര്യം വരും. പിന്നെ മാത്രമല്ല ഒരു മദറും കൂടി ആയാലോ ആ ഒരു ധൈര്യം എത്രത്തോളം ഉണ്ടെന്ന് ഇപ്പം എനിക്കല്ലേ മനസ്സിലാകുന്നത്. ഞാനിപ്പോൾ ഒരു അമ്മയായപ്പോൾ ആ ഒരു കാര്യവും എനിക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട്. നമ്മൾ ഏതൊരു കാര്യവും അത് സോൾവ് ചെയ്യും, അത്രയ്ക്ക് ധൈര്യം ഉണ്ടായിരിക്കും എന്നും പറയുന്നു. പിന്നെ ഇവൾ ചോദിക്കും, അല്ല നീ ഇനി തിരിച്ച് നമ്മുടെ ആ ഒരു പഴയ ജോലിയിലോട്ട് തന്നെ വരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇഫാൻ ഒന്ന് മടിച്ചിട്ട് പറയും, ഇവളുടെ ബോസ് ഇനി അനുവദിക്കുമെന്ന് അറിയില്ലല്ലോ. അവൾ പെട്ടെന്ന് തന്നെ റിസൈൻ ചെയ്ത് പോയതല്ലേ, അപ്പോൾ അവർക്ക് ആ ഒരു ദേഷ്യം ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഇവൾക്ക് അങ്ങോട്ട് പോകാൻ നല്ല താല്പര്യമുണ്ട്. എന്നിട്ട് അന്ന് രാത്രി യാനോട് അവളെ കണ്ട കാര്യമെല്ലാം ഇവിടെ ഇഫാൻ പറയുന്നു. അതിൽ യാൻ പെട്ടെന്ന് തന്നെ ചോദിക്കും, നിനക്ക് നിൻ്റെ ആ ഒരു പഴയ ജോലി ചെയ്യാൻ വളരെയധികം ആഗ്രഹമുണ്ടോ എന്ന് ചോദിക്കുന്നു. ആ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇൻട്രോ ആണെന്ന് ഇവനിക്ക് മനസ്സിലായി. അതിൽ പിന്നെ ഇവൾ പറയും, ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആഗ്രഹമുണ്ട്. അത് കേട്ടതും യാൻ പറയും, നിൻ്റെ ഏതൊരു ആഗ്രഹത്തിനും ഞാൻ നിൻ്റെ കൂടെ തന്നെ ഉണ്ടാകും, എൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഇഫാന് ഭയങ്കര സന്തോഷമാകും. എന്നിട്ട് അവൻ്റെ അടുത്തോട്ട് അങ്ങോട്ട് ഇരുന്നിട്ട് അവൻ്റെ ചെവിയിൽ സ്വകാര്യമായിട്ട് പറയും, നിന്നെ ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്ന്. അതിൽ ഇവനൊന്ന് ചിരിച്ചിട്ട് പറയും, അതെന്തിനാ ഇങ്ങനെ സ്വകാര്യമായിട്ട് പറയുന്നത്, നിനക്ക് നല്ല എല്ലാവരും കേൾക്കുന്ന രീതിയിൽ തന്നെ പറഞ്ഞൂടെ എന്ന് പറയുന്നു. അതിൽ അവളിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവനും അവളെ അതേപോലെ സ്വകാര്യമായിട്ട് പറയും, നിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. പിന്നെ അവർ രണ്ടുപേരും നല്ല കളിയും ചിരിയുമായിട്ട് നല്ലൊരു രാത്രി അവിടെ സ്പെൻഡ് ചെയ്യുകയാണ്. ഇനി അടുത്ത ദിവസം ഇഫാന് പോകുന്നത് അവളുടെ ആ ഒരു ഡോക്ടറിനെ കാണാനാണ്. ആ ഒരു ഡോക്ടറിനോട് അവൾ പറയുന്നത് അവൾക്കിപ്പോൾ പഴയതുപോലെ ആ ഒരു സ്ലീപ്പ് വാക്കിംഗ് പ്രോബ്ലങ്ങളൊന്നുമില്ല. പിന്നെ അവളുടെ ആ ഒരു സ്ട്രെസ്സും ബുദ്ധിമുട്ടും എല്ലാം അവൾ തന്നെ ഡീൽ ചെയ്യാൻ പഠിച്ചത് കൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഡോക്ടറിന് ഭയങ്കര സന്തോഷം. ഏതായാലും ഡോക്ടർ അവൾക്ക് ഒരുപാട് മോട്ടിവേഷനും എന്നിട്ട് നല്ല നല്ല കാര്യങ്ങളും എല്ലാം പറഞ്ഞു കൊടുത്ത് അവളെ ഹാപ്പി ആയിട്ട് പറഞ്ഞയക്കുകയാണ്. അതോടുകൂടി ഈ ഡോക്ടറിനെ അവൾ കാണുന്നതും എല്ലാം അവസാനിച്ചു. അത് കഴിഞ്ഞിട്ട് അവൾ പോകുന്നത് അവളുടെ ആ ഒരു പഴയ ജോലി ആ ഒരു ന്യൂസ് ചാനലിലോട്ട്. എന്നാൽ ഇവൾക്ക് വീണ്ടും ഇവിടെ ജോയിൻ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ ഇവളുടെ ബോസ് ഒന്ന് കുറച്ച് റഫായിട്ട് പറയും, എനിക്ക് ഇന്നേ വരെ മനസ്സിലായിട്ടില്ല നീ എന്തുകൊണ്ടാണ് അന്ന് പെട്ടെന്ന് തന്നെ റിസൈൻ ചെയ്തു പോയത്, എന്തായിരുന്നു നിൻ്റെ കാരണം എന്നൊക്കെ ഞാൻ പലതവണ ആലോചിച്ച് നോക്കി എന്ന് പറയുമ്പോൾ ഈ ഒരു ലേഡി ബോസ് പറയും, അതെന്തെങ്കിലും ആയിക്കോട്ടെ, ചിലപ്പോൾ അവൾക്ക് അതിന് എന്തെങ്കിലും ഒരു കാരണമുണ്ടാകും. ഏതായാലും നിനക്ക് അതിനുള്ള ഒരു ആൻസർ കിട്ടിയോ എന്ന് ചോദിക്കുമ്പോൾ ഇഫാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് എനിക്ക് അതിനുള്ള ഒരു ആൻസർ കിട്ടി, ഇനി ഞാൻ ഒരിക്കലും അങ്ങനെ പോകില്ലെന്ന് പറയും. നമ്മൾ ഒരു ജേർണലിസം അതുകൊണ്ട് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ നമ്മളുടെ ഈ ഒരു ജോലി ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളവരെ പ്രൊട്ടക്റ്റ് ചെയ്യാം, പിന്നെ സത്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഭയങ്കര ഒരു ഫിലോസഫിയും പറയുകയാണ്. അതെല്ലാം കേട്ട ഇവിടെ ഒരു ബോസിനും ഭയങ്കര സന്തോഷമാകും, അവളുടെ ആ ഒരു ആത്മധൈര്യവും ആ ഒരു കോൺഫിഡൻറ്റും എല്ലാം തിരിച്ചു വന്നതിൽ. എന്നിട്ട് അവളെ ഭയങ്കര സന്തോഷപൂർവ്വം തന്നെ വെൽക്കം ചെയ്യുകയാണ്. അങ്ങനെ പിന്നെ അവളും ഭയങ്കര ഹാപ്പിയായി. പിന്നെ അത് കഴിഞ്ഞിട്ട് അവളിങ്ങനെ അവളുടെ ആദ്യത്തെ ദിവസം ഇങ്ങനെ വർക്ക് ചെയ്യുമ്പോഴാണ് അവൾക്കൊരു കോൾ വരുന്നത്. അതായത് ഇവർ രണ്ടുപേരും ഞാനും ഇവളും താമസിച്ചിരുന്ന ആ ഒരു റൂമുണ്ടല്ലോ, ആ ഒരു റൂം ഇനി അവരുടെ ഓണർക്ക് തന്നെ തിരിച്ചു കൊടുക്കണം. ഇവരുടെ കോൺട്രാക്റ്റ് കഴിഞ്ഞു, ഏകദേശം 2 വർഷമായി അവരവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇനി അത് ഒഴിവാക്കി കൊടുക്കണമെന്നും അവർ പറയുന്നു. ഇനി അടുത്തതായിട്ട് അവൾക്ക് മറ്റൊരു കോള്, അത് അവളുടെ ബോസിൻ്റെതാണ്, പുതിയൊരു ജോലി വന്നിട്ടുണ്ട്, അപ്പോൾ പെട്ടെന്ന് തന്നെ റെഡിയാകാൻ വേണ്ടി ആ ഒരു സൈറ്റിലോട്ട് പോകണമെന്ന് പറയുന്നു. അങ്ങനെ ഇവളുടെ ആ ഒരു കൊളീഗിനെയും കൂട്ടിക്കൊണ്ട് പോകും. അങ്ങനെ കാറിൽ നിന്നാണ് എന്ത് വർക്കാണെന്ന് അവൾ അറിയുന്നത്. ഇവർ പോകുന്നത് ആക്ച്വലി ഇവൾ പണ്ട് സ്കൂൾ പഠിച്ചിരുന്ന ആ ഒരു നാട്ടിലോട്ട്
സ്ഥലത്ത് തന്നെയാണ്, ഞാൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച അതേ നാട്. എന്നിട്ട് റീസൺ പറയുന്നത് അവിടെ ഒരു പെൺകുട്ടിയെ കാണാനില്ലാതായിട്ടുണ്ട്, അത് ഒരുപാട് വർഷം മുന്നേ. പക്ഷേ ഒരുപാട് കാലത്തിന് ശേഷം മറ്റൊരു പെണ്ണ് ഇവിടെ ഒരു വീഡിയോ ക്ലിപ്പ് പോലീസിനെ ഏൽപ്പിച്ചിരിക്കുന്നു. അതിൽ ആ ഒരു പെൺകുട്ടിയുടെ മിസ്സിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെയോ ഉണ്ടെന്നൊക്കെ കേൾക്കുന്നു. അങ്ങനെ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു പോലീസ് സ്റ്റേഷനിലോട്ട് പോവുകയാണ്. അങ്ങനെ അവിടെ എത്തി ഇവർ വന്ന കാര്യം പറയുമ്പോൾ അവിടുത്തെ ആ ഒരു പോലീസ് പറയും, ഇവരുടെ മെയിൻ ഓഫീസറുണ്ട്, അവരുടെ അനുവാദം വാങ്ങിക്കാതെ നിങ്ങളെ അലോ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അപ്പോഴാണ് ആ മെയിൻ ഓഫീസർ അതിലൂടെ പോകുന്നത്. അത് മറ്റാരുമല്ല, ഇവിടെ പണ്ട് ഇഫാനെ സഹായിച്ച അവരുടെ വീട്ടിൽ താമസിപ്പിച്ച അതേ പോലീസ് ഓഫീസർ. ഇഫാനെ കണ്ടതും അവർ ഭയങ്കര സന്തോഷത്തോടെ അവളെ വിളിക്കും. ഒരുപാട് കാലത്തിന് ശേഷമാണ് അവളെ കാണുന്നത്. എന്നിട്ട് ഇഫാനെ അവരുടെ ആ ഒരു പെൺകുട്ടിയെ പറ്റി ചോദിക്കുകയാണ്, മകളിനെ പറ്റി. അപ്പോൾ അവർ പറയും അവൾ ഭയങ്കര ബിസിയാണ് അവളുടെ ബോയ് ഫ്രണ്ടും, പിന്നെ അവൾ ഹാപ്പിയാണ് എന്നൊക്കെ പറയും. പിന്നെ നീ പോയതിന് ശേഷം അവൾ ഭയങ്കര മിസ്സിങ് ആയിരുന്നു, നിന്നെപ്പറ്റി എപ്പോഴും പറയാത്ത ദിവസങ്ങളില്ല എന്ന് പറയുമ്പോൾ ഇഫാനും പറയും, ഞാനും അവളുടെ എല്ലാ പോസ്റ്റും ഞാൻ സോഷ്യൽ മീഡിയ വഴി കാണലുണ്ടായിരുന്നു, പിന്നെ അവളുടെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞാൽ എന്നെ എന്തായാലും ക്ഷണിക്കണം എന്നും പറയുന്നു. അതിൽ ഇവരും ആ ഒരു വാക്ക് കൊടുക്കുന്നു. അങ്ങനെ പിന്നെ ഇവളുടെ ഈ ഒരു സന്തോഷം കാണിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് അവസാനിക്കും. പക്ഷേ ആ ഒരു ചെറിയ കാര്യം ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഇഫാനും ഞാനും കൂടി ഒരു നൈറ്റ് ഒരുമിച്ച് താമസിച്ച് ആ ഒരു ഡേ കഴിഞ്ഞല്ലോ. എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ഇഫാൻ്റെ മുഖത്ത് ഇവർ ഒരുപാട് പാടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കഴുത്തിലും എല്ലായിടത്തും. അപ്പോൾ ഇവളെ ഇനിങ്ങനെ ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഇത് ശ്രദ്ധിച്ചത്. ഇവളിതിങ്ങനെ ആളുകൾ കാണില്ലേ, ഇത് എങ്ങനെ കവർ ചെയ്യാം എന്നൊക്കെ വിചാരിച്ചിട്ട് ആകെ ടെൻഷൻ അടിക്കുമ്പോഴാണ് ഞാൻ അങ്ങോട്ട് വരുന്നത്. എന്നിട്ട് ഞാൻ ഇനി ഇത്രയും നേരവും കണ്ണാടി നോക്കി കഴിഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവൾ കാണിച്ചു കൊടുക്കുന്നു, ഇത് കണ്ടോ നീ എന്താ ചെയ്തു വെച്ചതെന്ന്, ഞാൻ ഇത് എങ്ങനെ പുറത്തിറങ്ങും എന്ന് പറയുമ്പോൾ ഞാൻ പറയും, എൻ്റെ അടുത്തുനിന്ന് ഒരു അബദ്ധം പറ്റി, സോറി, ഇനി നീ ഒരു കാര്യം ചെയ്തേക്ക്, എൻ്റെ കഴുത്തിലും അതുപോലൊരു പാടുണ്ടാക്കിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് കാണിച്ചു കൊടുക്കണം. അത് കേട്ടതും ഇവിടെ ഇഫാന് ഭയങ്കര ഷെയിമാകും. എന്നിട്ട് അവന് ഓടിക്കും. പക്ഷേ ഞാൻ വീണ്ടും തിരിച്ചു വന്നിട്ട് വീണ്ടും ഇവളെ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം അവനെ ഒരു വിധത്തിൽ പറഞ്ഞയച്ച് വീണ്ടും അവൾ ആ ഒരു കണ്ണാടിയിൽ നോക്കുമ്പോൾ വീണ്ടും അവന് വന്നിട്ട് ചോദിക്കും, ശരിക്കും നീ എൻ്റെ മുഖത്ത് പാടാക്കുന്നില്ലേ എന്ന് പറയുന്നു. അതിൽ പിന്നെ അവനെ നന്നായിട്ട് അങ്ങോട്ട് ഓടിക്കും. എന്നിട്ട് അവളുടെ ആ ഒരു മുഖം കാണിച്ചുകൊണ്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിച്ചു. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.